പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് മന്ത്രി എ കെ ബാലൻ 49ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ ജയസൂര്യ, ചിത്രങ്ങൾ ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി. മികച്ച നടന്മാർ രണ്ടുപേരുണ്ട്. അതിൽ ഒന്ന് ജയസൂര്യ കഴിഞ്ഞാൽ മറ്റൊന്ന് സൗബിൻ ഷാഹിർ, സുഡാനി ഫ്രം നൈജീരിയ. മികച്ച നടി നിമിഷ സജയൻ, ചിത്രങ്ങൾ ചോര, ഒരു കുപ്രസിദ്ധ പയ്യൻ. മികച്ച സ്വഭാവ നടി സാവിത്രി ശ്രീധരൻ, രണ്ടുപേരുണ്ട്. സരസ പാലിശ്ശേരി, ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. കാന്തൻ, ദി ലവർ ഓഫ് കളർ, സംവിധായകൻ ഷെരീഫ് സി, നിർമ്മാതാവും അദ്ദേഹത്തെ. രണ്ടാമത്തെ മികച്ച ചിത്രം ഒരു ഞായറാഴ്ച, മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്. ഇത്തവണ മികച്ച നടൻ പുരസ്കാരം 2 പേരാണ് പങ്കിട്ടിരിക്കുന്നത്. സുഡാനി ഫ്രം നൈജീരിയയിലെ അഭിനയത്തിലൂടെ സൗബിൻ ഷാഹിറും ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ എന്നീ ചിത്രങ്ങളിലൂടെ ജയസൂര്യയുമാണ് അവാർഡ് പങ്കിട്ടത്. നിമിഷ സജയനാണ് മികച്ച നടി. ചോലയിലെ പ്രകടനമാണ് നിമിഷയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ജോസഫിലെ അഭിനയത്തിലൂടെ ആരാധകരെ ഞെട്ടിച്ച ജോജുവാണ് മികച്ച സ്വഭാവ നടൻ. സാവിത്രി ശ്രീധരൻ, സരസ ബാലുശ്ശേരി എന്നിവരാണ് മികച്ച സ്വഭാവ നടിമാർ. സുഡാനിയിലെ അഭിനയമാണ് ഇരുവരെയും അവാർഡിന് അർഹരാക്കിയത്. മറ്റു പുരസ്കാരങ്ങൾ ഇങ്ങനെയാണ്. പന്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ അബനിയാദി മികച്ച ബാലതാരമായി. സുഡാനി ഫ്രം നൈജീരിയ മികച്ച ജനപ്രിയ ചിത്രവുമായി. ഒരു ഞായറാഴ്ച എന്ന ചിത്രം സംവിധാനം ചെയ്ത് ശ്യാമപ്രസാദ് മികച്ച സംവിധായകനുമായി മാറി. മികച്ച ചിത്രമായി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്തൻ, ദ ലവ് ഓഫ് കളർ ആണ്. ചിത്രത്തിന്റെ സംവിധായകൻ ഷെരീഫ് ഈസയാണ്. മികച്ച കഥാചിത്രവും കാന്തൻ, ദ ലവ് ഓഫ് കളർ തന്നെ. മികച്ച നവാഗത സംവിധായകൻ സക്കറിയ മുഹമ്മദ്, ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. മികച്ച പിന്നണി ഗായകൻ വിജയ് യേശുദാസ്. ജോസഫ് എന്ന ചിത്രത്തിലെ പൂമുത്തോളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് വിജയ് യേശുദാസിനെ അവാർഡിന് അർഹനാക്കിയത്. ആമി എന്ന ചിത്രത്തിലെ നീർമാതള പൂവിനുള്ളിൽ എന്ന ഗാനം ആലപിച്ച ശ്രേയ ഘോഷാലാണ് മികച്ച ഗായിക. ബിജിപാൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനും അരവിന്ദ് മന്മഥൻ മികച്ച ചിത്രസംയോജകനുമായി. അങ്കിൾ എന്ന ചിത്രത്തിലൂടെ ജോയ് മാത്യു മികച്ച തിരക്കഥാകൃത്തുമായി. കാർബൺ എന്ന ചിത്രത്തിനു വേണ്ടി ക്യാമറ ചലിപ്പിച്ച KU മോഹനാണ് മികച്ച ഛായാഗ്രാഹകൻ. ഒരു ഞായറാഴ്ച എന്ന ശ്യാമപ്രസാദ് ചിത്രമാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. മലയാള സിനിമ പിന്നിട്ട വഴികൾ എന്ന M ജയരാജിന്റെ ഗ്രന്ഥമാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രമുഖ സംവിധായകൻ കുമാർ സാഹ്നിയാണ് ഇത്തവണത്തെ ജൂറി ചെയർമാൻ. സംവിധായകരായ ഷെറി ഗോവിന്ദൻ, ജോർജ് കിത്തു, ഛായാഗ്രാഹകൻ KG ജയൻ, നിരൂപകരായ വിജയകൃഷ്ണൻ, എഡിറ്റർ ബിജു സുകുമാരൻ, സംഗീത സംവിധായകൻ PJ ഇഗ്നേഷ്യസ്, നടി നവ്യ നായർ എന്നിവരും ജൂറി അംഗങ്ങളായിരുന്നു. 104 ചിത്രങ്ങളായിരുന്നു ഇത്തവണ പുരസ്കാരത്തിന് മത്സരിച്ചത്. അതിൽ 100 ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പെടുന്നവയും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.